ഞാൻ ടീമിന്റെ വീട്ടിൽ പോവാ. എടാ, എന്റെ അച്ഛന്റെ പഴയ മൊബൈൽ എനിക്ക് തന്നു. ഇവാ നമുക്ക് ഗ്രൗണ്ടിൽ പോയി ഫോട്ടോ എടുത്താലോ? ഇല്ലടാ, ഞാൻ വന്നില്ല. വാടാ. ഇല്ല, ഞാൻ വന്നില്ല. നീ പോയിട്ടോ. അമ്മയുടെ അസുഖം നോക്കാൻ കൊറേ കാശ് വേണോടാ. ആശുപത്രിയിലുണ്ടാവും. ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയണം. ചവടയിലാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ല. ശരിടാ, ഞാൻ വരാം. ഈ തവണത്തെ പഞ്ചായത്ത് ഇലക്ഷന് നമ്മൾ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അതെനിക്ക് അറിയാമായിരുന്നു. നീ ഒന്ന് അറിഞ്ഞു പ്രവർത്തിക്കണം. നമുക്ക് മാക്സിമം ശ്രമിക്കാം. എന്തേ മോനെ? അങ്കിളെ, എന്റെ കൂട്ടുകാരനും അമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്. അത് വലിയ ഹോസ്പിറ്റലിൽ പോയാലേ ചികിത്സ നേടാൻ പറ്റുള്ളൂ. അതിന് ഇത്തിരി ക്യാഷ് വേണം. അത് സഹായിക്കാൻ പറ്റുമോ? അവന്റെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല. അവര് പാവപ്പെട്ടവരാണ്. ഒരു സഹായം ചെയ്യണം. 500 രൂപ തരാം. തട്ടിപ്പൊന്നല്ലോ. 500 കിട്ടിയിട്ട് എന്താവാനാ? അന്നാ എന്റെ പൊന്നു മോൻ പോവാൻ നോക്ക്. ഞങ്ങൾക്ക് ഇവിടെ ചെറിയ പണിയുണ്ട്. അങ്ങനെ നിന്നെ പാവങ്ങളാണ്, സഹായിക്കണം. അല്ലെങ്കിൽ ഇതിനും കൂടുതൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫൈനോ? അതെന്തിനാ? അങ്കിളെ, ഇതൊന്ന് കണ്ടേ. പൊതുവഴിയിലെ കേസുകൾ നല്ലതല്ലല്ലോ അങ്കിളെ. കുറഞ്ഞത് 1 ലക്ഷത്തോളം ഫൈൻ വരാനും സാധ്യതയുണ്ട്. 25 കൊടുത്ത് ഒഴിവാക്ക്. ഇലക്ഷനാണല്ലോ വരുന്നത്. പിന്നെ നമ്മള് 4 ആൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ആ കൊച്ചിനൊരു സഹായിച്ചതായിട്ട് ഞാൻ പുറത്തറിയിച്ചോളാം. എന്നാ അങ്ങനെ ചെയ്. അങ്ങനെ ചെയ്യാം. ഒന്ന് കൊഴിപ്പിച്ചേരാ. കുഴപ്പിച്ചേരാം. പിന്നെ എന്നാ ആരെങ്കിലും കുട്ടി അതൊന്ന് എടുത്തു അത് ഞാൻ മാറ്റിച്ചോളാം. നീ വേറെ ആരും വീഡിയോ കൊണ്ട് വരാണ്ട്. അതിന് വേറെ ടെൻഷൻ അടിക്കണം. മോനെ തെറ്റാങ്കിളിന് മനസ്സിലായി. ഇത് മോന് അവരെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും. അങ്കിളെ, ഞാൻ കൊടുക്കുന്നില്ല. അങ്കിൾ എന്നാ പോവാം. ചേട്ടാ, ഓയ്, ആരുമില്ല ഇവിടെ? ആരാ? ചേട്ടന്റെ വൈഫിന് സുഖമില്ലാന്ന് ഈ കൊച്ചിലൊന്ന് നോക്കും. അതറിയാൻ വേണ്ടി വന്നു. ശരിയാണ് സാറേ. അവർക്ക് നല്ല സുഖമല്ല. വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ ചികിത്സിക്കും. അതിനൊന്നും എന്റെ കയ്യിൽ കാശില്ല. അതെല്ലാം ശരിയാവും. എന്തായാലും കുറച്ച് പൈസ ഉണ്ട്. അതുകൊണ്ട് ചേച്ചിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ബാക്കി വല്ലതാ വെച്ചാൽ നമുക്ക് സഹായിക്കാം. കുഴപ്പമില്ല കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. പോട്ടെ. എവിടെ നിന്നാണ് പൈസ? ആരാ? പറയാന്ന്